കഴിഞ്ഞ ദിവസമാണ് കൈക്കൂലി കേസിൽ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്ന അറസ്റ്റിലായത്. ഇവരുടെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് വിജിലൻസ്. ആജ്ഞ ഈ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നറിയണം. മുൻപ് നൽകിയ ബിൽഡിംഗ് പെർമിറ്റുകളിൽ ഇത്തരത്തിൽ എന്തെങ്കിലും അഴിമതി നടത്തിയിട്ടുണ്ടോ, അതിന് പൈസ വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണം. അപ്പം എങ്ങനെയാണ് ഈ അന്വേഷണവുമായി ഇപ്പോൾ വിജിലൻസ് മുന്നോട്ട് പോകുന്നത്? ശ്രീജ, ഈ സ്വപ്ന ഇതുമായി ബന്ധപ്പെട്ട, അതായത് ബിൽഡിങ്ങുകൾക്ക് പെർമിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള കൈക്കൂലി കേസിൽ പിടിയിലാകുമ്പോൾ തന്നെ നേരത്തെ തന്നെ സ്വപ്ന ഈ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട ഇത്തരം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് വിജിലൻസ് പരിശോധിച്ചു വരുന്നത്. അത് മാത്രമല്ല, സ്വപ്ന അവിടെ ഗ്രേഡ് 1 ഓവർസിയർ ആണ്. അവരുടെ അതായത് ബിൽഡിംഗ് സെക്ഷനിലേക്ക് വന്നതിന് ശേഷമുള്ള ഈ അസൈൻമെന്റുകൾ എത്രത്തോളം ദുരൂഹമായിരുന്നു എന്നുള്ള കാര്യമാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അവരെത്രത്തോളം സമ്പാദിച്ചിട്ടുണ്ട്, അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ, മുൻപ് ഇത്തരം കൈക്കൂലി കേസുകളിൽ പെട്ടിട്ടുണ്ട്, കൈക്കൂലി കേസുകളിൽ നിന്നുള്ളതല്ല, ബിൽഡിംഗ് പെർമിറ്റ് നൽകാൻ മുൻപ് ഇങ്ങനെ കൈക്കൂലി വാങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. സ്വപ്നയുടെ ഔദ്യോഗിക കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിജിലൻസ് അന്വേഷിക്കുകയാണ്. എന്തായാലും സ്വപ്ന ഈ പ്രശ്നത്തെ തുടർന്ന് നഗരസഭാ ചെയർമാന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ സസ്പെൻഷനിലാണ്. മാത്രമല്ല, റിമാൻഡിൽ ആയ സ്വപ്ന ഇപ്പോൾ ജയിലിലാണ് ഉള്ളത്. എന്തായാലും വിജിലൻസ് വരും ദിവസങ്ങളിൽ തന്നെ കൂടുതൽ അന്വേഷണ പുരോഗതി ഉണ്ടാകും ഈ കേസിലെന്നാണ്, വിജിലൻസിന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.